ഹായ് കൂട്ടുകാരെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി നമ്മളൊരു ചെറിയ വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ലേ. ഇടയ്ക്ക് റീൽസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. കാരണം എന്തോ ഒരു കഴിഞ്ഞ ദിവസം ഞാൻ പുഴയിൽ പോയപ്പോൾ ഒന്ന് വീണു എന്ന് പറഞ്ഞില്ലായിരുന്നോ. അതിന് ശേഷം ഒരു ചെറിയ പെടലിക്ക് വേദനയും ഇതൊക്കെ ക്ഷീണമൊക്കെ ആയിരുന്നേ. അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാനൊരു ഉഷാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ഞാൻ മുട്ടയും കിഴങ്ങും വെച്ചിട്ട് ഒരു മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാട്ടിത്തരാമെന്ന് വിചാരിച്ചിട്ടോ. കറിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയ ശേഷമാണ് ഞങ്ങൾ തോന്നിയത് ചെയ്യാൻ. അതുകൊണ്ടാട്ടോ ഇതൊക്കെ ആക്കി കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു സബോള എടുത്ത് അരിഞ്ഞത്, ആ സബോള മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 3 മുട്ടയും 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതും ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് പിന്നെ പേസ്റ്റാക്കി വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് പിന്നെ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത്. അതപ്പോൾ നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആ തക്കാളി അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാട്ടോ. എങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാൻ, ഇല്ലെങ്കിൽ കറിക്ക് കൊഴുപ്പ് കൂട്ടാൻ നല്ലതാണ്. ഒന്നൊക്കെ മതിയാവും. ഞാൻ പിന്നെ 2 എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് തക്കാളി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാനൊരു കുറച്ച് എരിവുണ്ട് മുളക് പൊടിക്ക്. അപ്പോൾ ഞാനൊരു 3/4 സ്പൂൺ മുളക് പൊടിയും ഒരു 1.25 സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തു. പിന്നെ ഒരു 1/2 സ്പൂണ് ചിക്കൻ മസാലയും ഒരു 1/4 സ്പൂണ് ഗരം മസാലയും ചേർത്ത് പാകത്തിന് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തക്കാളി ഒന്നും കൂടെ നല്ലോണം ഉടച്ചതാണ്. എന്നാൽ നല്ലോണം അങ്ങ് ഉടയുകയാണെങ്കിൽ അപ്പോൾ കറിക്ക് ഒന്നും കൂടെ കൊഴുപ്പാവുമല്ലോ. അപ്പോൾ ഇതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കത് നല്ലോണം ഒന്ന് മൂപ്പിച്ച് ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നോടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ പോയി. ഇനി നമുക്ക് അതിലേക്ക് പൊടിച്ച് വെച്ച കിഴങ്ങിട്ട് കൊടുക്കാവേ. കിഴങ്ങും മസാലയും കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് അതിലേക്ക് നമുക്ക് നമുക്കുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല കുറുകിയിരിക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല ചാറ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ ചാറ്. അപ്പം ഞാനത് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് അതിലേക്ക് മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി ഒരു തണ്ട് നമ്മൾ ആദ്യം കടുക് പൊട്ടിച്ചാൽ കൊണ്ട് ഇനി കടുക് പൊട്ടിക്കണ്ട. അപ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലിട്ട് കൊടുത്താൽ നമ്മുടെ കറി മസാല കിഴങ്ങ് മുട്ട മസാലക്കറി റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റാട്ടോ. ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ കൂട്ടാം. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാം. പിന്നെ ചോറിനും കൂട്ടാം കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയൊക്കെ നല്ല ടേസ്റ്റാണ് കൂട്ടാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കുറേ ദിവസമായതുകൊണ്ട് ഞാനൊന്ന് വന്നതാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാവേ.